ജീവിതത്തിൽ എന്നും ശൂന്യാവസ്ഥ മാത്രം അനുഭവിക്കുന്ന ധാരാളം പേരെ നാം കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത എന്നു മാറും എന്നൊരു ചോദ്യവുമായിട്ട് അനേകരെ എന്നെയും സമീപിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ കൊടുത്ത മറുപടി, നിന്റെ ശൂന്യത മാറ്റുവാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ജീവിതത്തിലെ എത്ര വലിയ ശൂന്യതകൾ വന്നാലും വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശിക്കണം, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിത്തീരാൻ പോകുകയാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. കർത്താവ് നിന്നെ സ്നേഹിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കും. ലോകത്തിൽ ആരും നിന്നെ സ്നേഹിക്കാനില്ലാതിരിക്കുമ്പോൾ, ഇന്ന് ലോകത്തിലുള്ള ആയിരക്കണക്കിന് മനുഷ്യന്റെ പരാതിയാണ്, അവരെ സ്നേഹിക്കാൻ ആരുമില്ല. വീട്ടുകാർ സ്നേഹിക്കുമെന്ന് വിചാരിച്ചു, അവരെ സ്നേഹിച്ചില്ല. സ്നേഹിതരെന്ന് പേര് പറയുന്നവർ സ്നേഹിക്കുമെന്ന് വിചാരിച്ചു, അവര് സ്നേഹിച്ചില്ല. സ്വന്തം കുടുംബം പോലും സ്നേഹിച്ചില്ല. എവിടെ സ്നേഹം കിട്ടുമെന്ന് ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവ് നിന്നോട് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കാം. സ്നേഹിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ജീവിതത്തിൽ പരാജയമല്ല കാണാൻ പോകുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹം നീ കാണാൻ പോവുക. അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവിടം കൊണ്ട് നിൽക്കുന്നില്ല, ഞാൻ നിന്നെ നിന്റെ ദേശത്ത്, നിന്റെ ചാർച്ചക്കാരുടെ നടുവിൽ, നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നിന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. നമുക്ക് ആ 3 കാര്യങ്ങൾ ഇന്ന് മനസ്സുകൊണ്ടൊന്ന് ഉൾക്കൊള്ളാം. എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമേ, എന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമേ, അത് വേഗത്തിൽ എൻ്റെ ലൈഫിൽ ചെയ്തു തരണമേ. ഞാനൊരു ദൈവശബ്ദം കേൾക്കുക ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിന്നെ സ്നേഹിച്ചു മാത്രം നിൽക്കുക അല്ല ദൈവം, നിന്നെ അവൻ അനുഗ്രഹിക്കും, ഐശ്വര്യമായി അനുഗ്രഹിക്കും. യാബോക്കടവിന്റെ തീരം യാക്കോബ് വിചാരിച്ചു അവസാനിക്കാൻ പോവാ. അല്ല, ഒരു പ്രാർത്ഥന കൊണ്ട് യാക്കോബ് യാബോക്കടവിന്റെ തീരത്ത് വെച്ച് അനുഗ്രഹിക്കപ്പെട്ടു. നിനക്കുണ്ടായ പ്രതിസന്ധി നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ അനുഗ്രഹത്തിനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന യേശുവേ, ഞങ്ങളെ വർദ്ധിപ്പിക്കുന്ന യേശുവേ, ഞങ്ങൾ ഈ ജനത്തെ കൊണ്ട് അവിടുത്തെ പാദത്തിൽ അടുത്തു വരികയാണ്. നിന്റെ മക്കളോട് കരുണ കാണിക്കണം. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം നിന്റെ കൂടെ. ഗോഡ് ബ്ലസ് യു.